ചരിത്രത്തിൽ ഇത്രത്തോളം ഗുരുതരമായ ക്രൂരമായ ഒരു പീഡന പരമ്പര നടന്നിട്ടില്ല. ഒന്നിനു പുറകെ ഒന്നായി ശബ്ദിക്കുന്ന തെളിവുകൾ പുറത്തു വന്നിട്ടും ഹൂ കെയേഴ്സ് എന്നതായിരുന്നു ജനപ്രതിനിധിയായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിലപാട്. നിയമ സംവിധാനത്തിന് മുന്നിൽ എന്തെങ്കിലും പരാതിയുണ്ടോ എന്നതായിരുന്നു ചോദ്യം. ആ പരാതി വന്ന വഴികൾ ഒന്നുകൂടി നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ് ഈ അരമണിക്കൂറിൽ വിശദമായി തന്നെ. ജനപ്രതിനിധി എന്ന മേലങ്കേണിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലെന്ന വേട്ടക്കാരന്റെ മുഖം മൂടിയാണ് ശബ്ദിക്കുന്ന തെളിവുകളിലൂടെ ആദ്യം അഴിഞ്ഞു വീണത്. സോഷ്യൽ മീഡിയയിൽ പ്രതി ആരെന്ന് പറയാതെ തുടക്കമിട്ട ആരോപണ പെരുമഴയുടെ ഉന്നം അന്നേ രാഹുലിലേക്ക് നീണ്ടിരുന്നു. പരിഹാസച്ചിരിയോടെ ഒന്നിനെയും കൂസാതെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അയാൾ ഇങ്ങനെ പ്രതികരിച്ചു: നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺഡ് അല്ല. ഹൂ കെയേഴ്സ്? ഇരകളാക്കി ചവിട്ടിയരച്ചവരോടും ചോദ്യം ചോദിച്ചവരോടുമുള്ള ഈ പരിഹാസം കലർന്ന മറുപടിക്ക് പിന്നാലെ അയാളിൽ നിന്ന് നേരിട്ട ദുരനുഭവം ആദ്യമായി തുറന്നു പറഞ്ഞത് നടിയും മാധ്യമപ്രവർത്തകയുമായ റിനി ആൻ ജോർജ്. അപ്പോഴും പേര് പറഞ്ഞില്ല. പക്ഷേ ആ വാക്കുകളിൽ അതാരാണെന്ന് വ്യക്തം. അശ്ലീല സന്ദേശങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചു എന്നുള്ളതല്ല, അനാവശ്യമായ സന്ദേശങ്ങളുണ്ട്. വളരെ നമുക്ക് പബ്ലിക്കലി പറയാൻ പറ്റില്ല. ആ വ്യക്തിക്ക് ഹൂ കെയേഴ്സ് എന്നൊരു ആറ്റിറ്റ്യൂഡാണ് പറയുന്നത്. ആറ്റിറ്റ്യൂഡ്, മനസ്സിലുള്ള ആറ്റിറ്റ്യൂഡ് ഹൂ കെയേഴ്സ് ആണ്. പിന്നെ ട്രാൻസ്ജെൻഡർ യുവതിയായ അവന്തിക സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം റേപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ് നമുക്ക് പോകാം, അവിടെ നിന്നെ റേപ്പ് ചെയ്യുന്ന പോലെ നിന്നെ എനിക്ക് ചെയ്യണമെന്നാണ് അയാൾ പറഞ്ഞത്. രാഹുലിൽ നിന്ന് നേരിട്ട അനുഭവങ്ങളെക്കുറിച്ച് ധൈര്യപൂർവ്വം പ്രതികരിച്ചവരെ അയാളുടെ സൈബർ പട വെറുതെ വിട്ടില്ല. ക്രൂരമായി വേട്ടയാടി. ഇരകൾക്ക് വേണ്ടി സംസാരിച്ച കോൺഗ്രസ് പ്രവർത്തകരെയും സൈബർ ഗുണ്ടകൾ വെറുതെ വിട്ടില്ല. ഇരകളുടെ ശബ്ദമുയരില്ലെന്ന ആത്മവിശ്വാസത്തിൽ അയാളപ്പോഴും പതിവ് ചിരിയോടെ ഒന്നിനെയും കൂസാതെ പറന്നു നടന്നു. എന്നാൽ എത്രമേൽ വലിയ പീഡനമാണ് ഇരകൾക്ക് നേരിടേണ്ടി വന്നതെന്ന് കേരളമറിയാൻ അധികം താമസിച്ചില്ല. റിപ്പോർട്ടറിലൂടെ ഇരയുടെ ആദ്യ ശബ്ദം ഞെട്ടലോടെ കേരളം കേട്ടു. അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം. മറ്റുള്ള ആരോടും പറയേണ്ട ആവശ്യമില്ല. അത് എന്നെ ചൂണ്ടിക്കാണിക്കും, പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്. എല്ലാം വ്യാജമെന്ന് രാഹുൽ പ്രതിരോധം തീർക്കുമ്പോഴേക്കും ഒന്നിനു പിറകെ ഒന്നായി വീണ്ടും ശബ്ദ സംഭാഷണങ്ങൾ, വാട്സാപ്പ്, ടെലിഗ്രാം ചാറ്റുകൾ. ചൂസ് ചെയ്തതിനു ശേഷം അവിടെ ചെന്നതിന് ശേഷം ഇവിടെ ആൾക്കാർ കാണും, അതുകൊണ്ട് നമുക്ക് റൂം എടുക്കാം, ഇവിടെ ഭയങ്കര തിരക്കുണ്ട്, റഷ് ഉണ്ടല്ലോ, നമുക്ക് റൂം എടുത്തിട്ട് സംസാരിക്കാം, അതായിരിക്കും കുറച്ചും കൂടെ സേഫ് എന്ന് പറയുമായിരുന്നു. ഗർഭചിത്രം ചെയ്യാനുള്ള ഭീഷണി. നിങ്ങൾ എന്തിനാണ് എന്തെങ്കിലും കൊല്ലുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നത്? ഒരു പെൺകുട്ടിയോടല്ല, പലർക്കും അയച്ച അശ്ലീല സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും ഒന്നിനു പിറകെ ഒന്നായി വന്നു. പലനാൾ വീട്ടിലൊതുങ്ങിയ നേതാവ് പിന്നെ ആരും പരാതി നൽകിയില്ലല്ലോ എന്ന കവചവുമായി വീണ്ടും സജീവമാകാൻ ശ്രമം തുടങ്ങി. പാർട്ടി നടപടിയെടുത്തെന്ന് പറയുമ്പോഴും പ്രവർത്തകരെന്ന പേരിൽ ചിലർ അയാൾക്ക് വരവൊരുക്കി. നേരിട്ട വേദനയെക്കുറിച്ച് ചങ്കുപൊട്ടിയുള്ള പെൺകുട്ടിയുടെ ദുരനുഭവം കേരളം നടുക്കത്തോടെ കേട്ടു. എത്ര ദിവസമായിട്ട് എനിക്കൊന്ന് റിക്കവർ ആവാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? മെന്റലി ഫിസിക്കലി ഞാൻ ഇത്രയും തകർന്ന് തരിപ്പണമായി. ഒരു ജീവനെ മുളയിലെ നുള്ളിയവനോടുള്ള, തന്റെ ജീവിതം ചവിട്ടിയരച്ച ആളോടുള്ള രോഷമാണ് ഇരയായ പെൺകുട്ടിയെ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിച്ചത്. നവംബർ 27 ആദ്യത്തെ ഇരയുടെ പരാതി. തൊട്ടു പിന്നാലെ അതുവരെ വ്യാജമായൊരു ചിരിയും മുഖത്ത് വെച്ച് നാട്ടിലുടനീളം നടന്ന രാഹുലിന്റെ ഒളിവ് ജീവിതം. 6 ദിവസങ്ങൾക്കപ്പുറം രണ്ടാമത്തെ പരാതിയും വന്നു. അന്ന് മുങ്ങിയ രാഹുൽ 15 ദിവസത്തിനപ്പുറമാണ് പൊങ്ങിയത്. അതിനുശേഷവും നാട് നീളെ നടന്ന് ധാർഷ്ട്യത്തിന്റെ ചിരിച്ചുള്ള ജീവിതം. പരാതി നൽകിയ അതിജീവിതമാർക്ക് നേരെ കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ രാഹുൽ ഫാൻസ് അഴിച്ചുവിട്ട അധിക്ഷേപം വേറെ. ഒടുവിൽ 3ാം പരാതി. കേട്ടാൽ നടുങ്ങുന്ന ക്രൂരപീഡനം. ഒരു ജീവനെ മുളയിലെ നുള്ളിയവനോടുള്ള തന്റെ ജീവിതം ചവിട്ടിയരച്ച ആളോടുള്ള രോഷമാണ് ഇരകളായ പെൺകുട്ടികളെ പരാതിയുമായി മുന്നോട്ടു വരാൻ സജ്ജരാക്കിയത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.